ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ 5-10 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ വൈകി എണീക്കുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വറുത്ത അരിപ്പൊടി 1 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടി നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന പൊടി തന്നെയാണ്. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് അളവിൽ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറഞ്ഞ അളവിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ചോറുണ്ടെങ്കിൽ 1/2 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ചോറില്ലാത്തതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് അളവിൽ അവിലൊന്ന് ജസ്റ്റ് കഴുകിയതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ മാവൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു കട്ടിക്കാണ് നിൽക്കുന്നത്. അപ്പം നമ്മളിതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിതുപോലെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഉള്ളിയും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 2 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ടയുടെ മിക്സും നമുക്കിവിടെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളിത് ചെയ്തെടുക്കുന്നത് സ്റ്റീമറിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറഞ്ഞ അളവിൽ വായയിലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ നമ്മളെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഇതുപോലെ ഉണ്ടെങ്കിൽ വായല ഉണ്ടെങ്കിൽ എന്തായാലും വായല വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. അപ്പം ഫസ്റ്റ് നമ്മൾ കുറച്ച് ആ ഒരു മാവ് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ആ ഒരു മുട്ട മിക്സ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ ലെയർ പോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ മാവ് കുറച്ചും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ഈസി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മുടെ ചാനലൊന്ന് കയറി കണ്ടു നോക്കിയാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ചട്നി കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. അല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആണോ. ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.